ഹലോ ഗൈസ്, ഇത് നമ്മുടെ കൂടെയുള്ള രണ്ട് ക്രിസ്റ്റയാണ്. ഒന്ന് ഇസഡ് ഓട്ടോമാറ്റിക് വേരിയൻറ്റ് വരുന്നതും ഒന്ന് ജി വേരിയൻറ്റ് വരുന്നതും. ഈ രണ്ട് വേരിയൻറ്റ് തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഇസഡ് ഓട്ടോമാറ്റിക്കിൻ്റെ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ഹെഡ്ലൈറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കുന്നത് ഹെഡ്ലൈറ്റിലേക്കാണ്. അത് നമ്മൾ LED പ്രൊജക്ടർ ഹെഡ്ലാമ്പായിരിക്കും വരുന്നത്. പ്രൊജക്ടർ വരും, ഹൈ ബിമ്മിൽ പ്രൊജക്ടർ വരും, ഹൈ ബിമ്മിൽ ബൾബായിരിക്കും വരുന്നത്. പിന്നെ DRL വരുമ്പോഴത്തേന് LED ആയിരിക്കും വരുന്നത്. അതേസമയം നമ്മൾ ജി വേരിയൻറ്റിലേക്ക് വരുമ്പോഴത്തേനുള്ള ഡിഫറൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം ചേമ്പറും ഒരു ഹാലജൻ ബേസ്ഡ് ആയിരിക്കും വരുന്നത്. ഫ്രണ്ട് പോർഷനിലേക്ക് നോക്കുമ്പോഴത്തേന് ഗ്രില്ലാണ് മേജർ ഡിഫറൻ്റ് ആയിട്ട് വരുന്നത്. ഗ്രില്ല് വരുമ്പോഴത്തേന് ക്രോം ഫിനിഷ് വരുന്ന ഗ്രില്ലായിരിക്കും വരുന്നത്. താഴെയെല്ലാം ക്രോം ഫിനിഷ് കാണും. കൂടാതെ താഴത്തെ പോർഷൻ ഡബിൾ സ്റ്റെപ്പ് ഗ്രില്ലാണ്. അതിൻ്റെ സെക്കൻഡ് പോർഷൻ വരുമ്പോഴത്തേന് പിയാനോ ബ്ലാക്ക് ആയിരിക്കും കമ്പനി വരുന്നത്. കൂടാതെ നമ്മുടെ ജി വേരിയൻറ്റിലേക്ക് വരുമ്പോഴത്തേന് നോർമൽ ഒരു ബേസ് ആയിട്ടുള്ള ഗ്രില്ലായിരിക്കും വരുന്നത്. ഇതിപ്പം കസ്റ്റമർ പിയാനോ ബ്ലാക്കിലേക്കൊക്കെ പെയിൻ്റ് അടിച്ച് ചേഞ്ച് ചെയ്തേക്കുന്നതാണ്. അല്ലെങ്കിൽ ഒരു പെയിൻറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രില്ല്, മാറ്റ് ഫിനിഷ് പെയിൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രില്ലായിരിക്കും വരുന്നത്. കൂടാതെ നമ്മുടെ ജി വേരിയൻറ്റ് വരുമ്പോഴത്തേന് ഫോഗ് ലാമ്പ് കാണില്ല. ഇന്ത്യക്ക് ഫോഗ് ലാമ്പ് കാണില്ല. നോർമൽ ഇൻഡിക്കേറ്റർ മാത്രമായിരിക്കും വരുന്നത്. ഇവിടെ ക്യാപ്പ് ആയിരിക്കും വരുന്നത്. ഇത് കസ്റ്റമർ ആഫ്റ്റർ മാർക്കറ്റായിട്ട് ഫോഗ് ലാമ്പ് ചെയ്തേക്കുന്നതാണ്. അതേസമയം നമ്മുടെ ഇസഡ് വേരിയൻറ്റിലേക്ക് വരുമ്പോഴത്തേന് നമുക്ക് ഫോഗ് ലാമ്പ് കമ്പനി തന്നെ വരുന്നുണ്ട്. ഇസഡ് വേരിയൻറ്റ് വരുമ്പോഴത്തേന് ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. ഇതാണ് മേജറായിട്ടുള്ള ഫ്രണ്ട് ലുക്ക് വരുന്ന ഡിഫറൻസ് വരുന്നത്. പിന്നെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴത്തേന് മേജർ ഡിഫറൻറ്റ് വരുന്നത് ടയറിലാണ്. ഇത് ഒരു 17 ഇഞ്ച് ടയറാണ് ഇസഡിന് വരുന്നത്. അതേസമയം ജി വേരിയൻറ്റ് വരുമ്പോഴത്തേന് നോർമൽ 16 ഇഞ്ച് ആയിരിക്കും വരുന്നത്. ഇത് 16 ഇഞ്ച് വീലായിരിക്കും വരുന്നത്. ഇത് ആഫ്റ്റർ മാർക്കറ്റായിട്ട് കസ്റ്റമർ കയറ്റിയിരിക്കുന്ന അലോയ് വീലാണ്. പിന്നെ സൈഡ് പോർഷനിലേക്ക് വരുമ്പോഴത്തേന് മിറർ നമ്മുടെ ഇസഡ് ഓട്ടോമാറ്റിക്കിനാണ് കമ്പനി ക്രോം ഫിനിഷ്ഡ് ആയിട്ടുള്ള മിറർ വരുന്നത്. കൂടാതെ ഇത് ഇലക്ട്രിക് ഫോൾഡിംഗ് ആണ്. കൂടാതെ നമുക്ക് അടിഭാഗത്ത് ഒരു പാഡൽ ലൈറ്റ് കിട്ടുന്നതാണ്. അതേസമയം നമ്മൾ ജി വേരിയൻറ്റ് വരുമ്പോഴത്തേന് നോർമൽ മിറർ ആയിരിക്കും വരുന്നത്. ഇത് നമ്മൾ കസ്റ്റമർ രണ്ടാമത് ക്രോം ഒട്ടിച്ചേക്കുന്നതാണ്. അതിൻ്റെ മുകളിൽ ക്രോം ഒട്ടിച്ചേക്കുന്നതാണ്. ഇത് ഓട്ടോ ഫോൾഡിങ് കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ വരുമ്പോഴത്തേന് ഹാൻഡിൽ ഇത് ജി വേരിയൻറ്റ് വരുമ്പോഴത്തേന് ഹാൻഡിൽ ക്രോം ഒട്ടിച്ചേക്കുന്നതാണ്. നോർമലി റീപ്ലേസ് ഫുൾ ആയിട്ടുള്ള ക്രോം ഹാൻഡിലായിരിക്കില്ല വരുന്നത്. അതേസമയം ഇസഡ് വേരിയൻറ്റിലേക്ക് വരുമ്പോഴത്തേന് നമുക്ക് ഫുള്ളി ആയിട്ടുള്ള ഒരു ക്രോം ഹാൻഡിലാണ് വരുന്നത്. കൂടാതെ അവിടുത്തെ നമുക്ക് കീലെസ് എൻട്രിയുടെ സ്വിച്ചുകളും ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേസമയം ഇൻറ്റീരിയർ പോർഷനിലേക്ക് വരുമ്പോഴത്തേന് ജി വേരിയൻറ്റിൽ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ആയിരിക്കും വരുന്നത്. സ്റ്റിയറിംഗ് കൺട്രോളൊക്കെ ഇതിൻ്റെ അകത്ത് ആഫ്റ്റർ മാർക്കറ്റായിട്ട് കസ്റ്റമർ കയറ്റിയേക്കുന്നതാണ്. നമ്മുടെ മീറ്റർ കൺസോളിലേക്ക് വരുമ്പോഴത്തേന് ഒരു മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു മീറ്റർ ആയിരിക്കും വരുന്നത്. കൂടുതൽ ഇൻഫർമേഷൻ കാര്യങ്ങളൊന്നും ഇതിനകത്ത് ലഭ്യമായിരിക്കത്തില്ല. പിന്നെ നോർമൽ മാനുവൽ ആയിട്ടുള്ള AC ആയിരിക്കും, അത് കറക്കി തിരിക്കുന്ന ടൈപ്പുള്ള AC ആയിരിക്കും വരുന്നത്. പിന്നെ സ്റ്റീരിയോയും കസ്റ്റമർ രണ്ടാമതായിട്ട് കയറ്റിക്കുന്നത്. പിന്നെ നോർമൽ ഒരു മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഫങ്ഷൻസ് ആയിരിക്കും വരുന്ന. ലൈറ്റിംഗ് മാത്രമായിരിക്കും വരുന്നത്. പിന്നെ ഒരു നോർമൽ ഒരു സൺഗ്ലാസ് ഹോൾഡറും ആയിരിക്കും വരുന്നത്. പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു ഫിനിഷിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ ബേസിക് ആയിട്ടുള്ള ഒരു ഫിനിഷിംഗ് ആയിരിക്കും ഡോർ പാഡിൻ്റെ എല്ലാം വരുന്നത്. അതേസമയം ഇസഡ് വേരിയൻറ്റിലേക്ക് വരുമ്പോഴത്തേന് നമ്മൾ ഇൻറ്റീരിയറിലേക്ക് കയറുമ്പോഴത്തേന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണുന്നത് സീറ്റ് നല്ല രീതിക്കുള്ള ലെതർ സീറ്റാണ്. കമ്പനി ലെതർ സീറ്റാണ് വരുന്നത്. പകരം ജി വേരിയൻറ്റ് വരുമ്പോഴത്തേന് നോർമൽ ക്ലോത്ത് സീറ്റ് ആയിരിക്കും വരുന്നത്. ഇത് കസ്റ്റമർ രണ്ടാമത് ചെയ്തേക്കുന്ന സീറ്റാണ്. ഇസഡിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴത്തേന് നല്ല പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വുഡൻ പാനലിങ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സെൻട്രൽ കൺസോളിലേക്ക് നോക്കുമ്പോഴത്തേന് നമ്മുടെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിംഗ് ആണ് വരുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു ഫിനിഷിങ്, ഇവിടുത്തെ ഒരു ബോർഡറിങ്ങിൻ്റെ ഫിനിഷിംഗ് എല്ലാം നല്ല രീതിക്ക് സ്മൂത്താണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ട് 6 എയർ ബാഗ് വരുന്നത്. നമ്മുടെ ജി വേരിയൻറ്റ് വരുമ്പോഴത്തേന് നോർമലായിട്ട് 2 എയർ ബാഗ് മാത്രമായിരിക്കും വരുന്നത്. പിന്നെ നമ്മുടെ സ്റ്റിയറിംഗ് പോർഷനിലേക്ക് വരുമ്പോഴത്തേന് നമ്മുടെ വുഡൻ ഫിനിഷ് സ്റ്റിയറിംഗ് ആയിരിക്കും വരുന്നത്. വുഡൻ ഫിനിഷ് സ്റ്റിയറിംഗ് ആയിരിക്കും. ഇതെല്ലാം കമ്പനി വരുന്നത് കഴിയുമ്പോഴുള്ള കൺട്രോളും കാര്യങ്ങളും ക്രൂയിസ് കൺട്രോളിൻ്റെ സിസ്റ്റവും കാര്യങ്ങളെല്ലാം വരും. പിന്നെ മീറ്ററാണ് ജി വേരിയൻറ്റിനെ അപേക്ഷിച്ച് ഭയങ്കരമായിട്ടുള്ളൊരു മാറ്റം വരുന്നത്. നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ളൊരു മീറ്റർ ആയിരിക്കും നമ്മുടെ ഇസഡ് വേരിയൻറ്റ് വരുമ്പോൾ വരുന്നത്. പിന്നെ നമ്മുടെ ഡോർ പാഡിലേക്ക് വരുമ്പോഴത്തേന് ക്ലോത്ത് സ്റ്റിച്ചഡ് ആയിട്ടുള്ള ഡോർ പാഡായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ഫുൾ കൺട്രോളും കാര്യങ്ങളെല്ലാം ഫുൾ പവർ വിൻഡോ നമ്മൾ ഓട്ടോമാറ്റിക്കലി കൺട്രോൾഡ് ആയിട്ടുള്ള രീതിക്കായിരിക്കും വരുന്നത്. പിന്നെ ഒരു ഓട്ടോമാറ്റിക് വെഹിക്കിളാണ്. അതിൻ്റെ രീതിയിലുള്ള ഓട്ടോമാറ്റിക് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ നമ്മുടെ റൂഫിലേക്ക് വരുമ്പോഴത്തേന് ആംബിയൻസ് ലൈറ്റ് മിറർ ഹോൾഡർ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. ബാക്ക് പോർഷനിലേക്ക് വരുമ്പോഴത്തേനും ആംബിയൻസ് ലൈറ്റിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഉണ്ട്. റൂഫിലെല്ലാം ആംബിയൻസ് ലൈറ്റും കാര്യങ്ങളെല്ലാം നമുക്ക് ലഭ്യമാണ്. ഇവിടെ നമുക്ക് ബാക്കിൽ നമുക്ക് ക്ലൈമറ്റ് കൺട്രോളിങ്ങിൻ്റെ സ്വിച്ചും കാര്യങ്ങളെല്ലാം ഡിജിറ്റലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്യാപ്റ്റൻ സീറ്റ് ഇരുന്നുകൊണ്ട് നമുക്ക് ഫ്രണ്ടിലെ സീറ്റ് ഇവിടുന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ
കാര്യങ്ങൾ, നല്ലൊരു ലെഗ് സ്പേസും കാര്യങ്ങളെല്ലാം ഇരിക്കുന്നുണ്ട്. കൂടാതെ നമുക്കൊരു ട്രെയിൻ ലഭ്യമാണ്. നമുക്കിപ്പം ഒരു ബിസിനസ്മാൻ ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ലാപ്ടോപ്പ് യൂസ് ചെയ്യാനും ഒരു ഫുഡ് കഴിക്കുന്നതിനും വല്ല കപ്പ് ഹോൾഡറും സഹിതം എല്ലാം ലഭ്യമാണ് ഈ വേരിയൻ്റ് വരുമ്പോഴത്തേന്. അത് 2 സീറ്റിനും ഒരേപോലെ ഉണ്ടായിരിക്കുന്നത്. ഒരു 10 കിലോ വരെ ലോഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് ഇത് വരുന്നത്. പിന്നെ സെൻട്രൽ കൺസോൾ എല്ലാം നമുക്ക് ഫുള്ളി ലെതർ ഫിനിഷിലായിട്ട് റാപ്പിഡുള്ള രീതിക്കാണ് വരുന്നത്. ബാക്ക് പോർഷനിൽ ഈ രീതിക്കാണ് വരുന്നത്. പിന്നെ സൈഡിൽ വരുമ്പോഴത്തേനും മറ്റൊരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൂഫ് റെയിൽ വരും. നമ്മൾ ഇസഡിന് വരുമ്പോഴത്തേന് ജി വേരിയൻ്റ് വരുമ്പോഴത്തേന് റൂഫ് റെയിൽ കാണില്ല, നോർമലായിരിക്കും വണ്ടിയുടെ ടോപ്പ് പോർഷൻ വരുന്നത്. പിന്നെ വെതർ സ്ട്രിപ്പിൻ്റെ അവിടെ വരുമ്പോഴത്തേന് പിന്നെ നോർമലായിരിക്കും വരുന്നത്. ഇത് വരുമ്പോഴത്തേന് ഇസഡ് വരുമ്പോഴത്തേന് നമുക്ക് ക്രോൺ ലൈൻഡ് ആയിട്ടുള്ള വെതർ സ്ട്രിപ്പ് പോർഷനായിരിക്കും വരുന്നത്. പിന്നെ ബാക്ക് പോർഷനിലേക്ക് വരുമ്പോഴത്തേന് മേജറായിട്ടുള്ള ചേഞ്ച് നമ്മൾ ഒറ്റ നോട്ടത്തിലൊന്നും മനസ്സിലാവില്ല. കാരണം ഇതൊരു 2.8 ലിറ്റർ എഞ്ചിനും അതൊരു 2.4 ലിറ്റർ എഞ്ചിനുമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് വരുമ്പോഴത്തേന് 2.8 വരും എഞ്ചിൻ വരും, മാനുവൽ വരുമ്പോഴത്തേന് 2.4 ആയിരിക്കും വരുന്നത്. ബാക്ക് പോർഷനിൽ വേറെ ചേഞ്ച് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, സെയിം രീതിക്ക് തന്നെയാണ്. പിന്നെ വേറൊരു മേജർ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇസഡിൻ്റെ നമ്മുടെ ലോക്ക് സിസ്റ്റം, ഡിക്കി ലോക്ക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫുള്ളി ഓട്ടോമാറ്റിക് ആയിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ് ക്ലോസിങ് ഓപ്ഷൻ അവൈലബിൾ ആണ്. ഈ സോഫ്റ്റ് ക്ലോസിങ് ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇങ്ങനെ ചുമ്മാ ജസ്റ്റ് ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ ക്ലോസ് ആയിക്കോളും. അതേസമയം നമ്മുടെ ജി വേരിയൻ്റ് വരുമ്പോഴത്തേന് ഇതും ഓട്ടോമാറ്റിക് ഒക്കെ തന്നെയാണ്, വളരെ ഫുള്ളി ഓട്ടോമാറ്റിക് അല്ല. നമ്മൾ സ്വിച്ച് ജസ്റ്റ് നോക്കുമ്പോഴത്തേനും ലോക്ക് കഴിയും. എന്നാൽ നമ്മൾ അടയ്ക്കണമെങ്കിൽ നല്ല രീതിക്ക് തന്നെ വലിച്ചടയ്ക്കേണ്ട ഇതുണ്ട്. ഇത് രണ്ടുമാണ് തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. നമ്മുടെ 2 വണ്ടിയുടെ കീ വരുന്നത്, ഇത് നോർമൽ G4ൻ്റെ കീ ആണ്. ഇത് നമ്മുടെ നോർമൽ പഴയ രീതിക്ക് തന്നെ കീ ഇട്ട് സ്റ്റാർട്ട് ആവുന്ന രീതിക്കാണ്. പക്ഷേ നമ്മുടെ ഇസഡിൻ്റെ കീ എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് 4 ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട്. എന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ എവിടെയെങ്കിലും ഇരുന്നാൽ മതി, നമുക്ക് ജസ്റ്റ് ഒറ്റ ടാക്കിൽ വണ്ടി സ്റ്റാർട്ടാവും എന്ന രീതിക്കാണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത്. ഇപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് ആണെങ്കിൽ ഒരുപാട് പേർക്ക് നമ്മുടെ ഇസഡും ജിയും തമ്മിലുള്ള വ്യത്യാസവും വിയും തമ്മിലുള്ള വ്യത്യാസം അറിയാത്ത ഒരുപാട് പേരുണ്ട്. ഇങ്ങനെ വ്യത്യാസം അറിയാതെ പോയി ഇസഡ് ഫുൾ ഓപ്ഷൻ വണ്ടി മേടിക്കാനുള്ള രീതിക്ക് തന്നെ ലോ വേരിയൻ്റ് വണ്ടി എന്ന് വെച്ചാൽ ജി വേരിയൻ്റ് വണ്ടിയെല്ലാം മേടിക്കുന്ന ആൾക്കാരും ഇഷ്ടം പോലെ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ കൂടെ തന്നെയുണ്ട്. ഈ പറഞ്ഞ നമ്മുടെ ഇസഡും ജിയും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്, ഈ പറഞ്ഞത് കൂടാതെ എന്തെങ്കിലും ഹിഡൻ ഫീച്ചർ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.